പാലക്കാട് ജില്ലയിലെ ഒരു കാർഷിക ഗ്രാമമാണ് നെല്ലായ. ചരിത്രത്തിൽ ഇടം പിടിച്ച കുന്തിപ്പുഴയുടെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം കാർഷിക കലാ സാംസ്കാരിക രംഗങ്ങളിൽ കേളിക്കേട്ട ദേശമാണ്. പച്ചിലച്ചാർ തണിഞ്ഞ പ്രകൃതിയും ശാന്ത ഗ്രാമീണ സംസ്കൃതിയും നെല്ലായയുടെ സവിശേഷതകളാണ്. പരമ്പരാഗത കേരളീയ ഗ്രാമീണ ജീവിതം, ക്ഷേത്രോത്സവങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ തുടങ്ങി പൈതൃകങ്ങളാൽ സമ്പന്നമാണ് നെല്ലായ. സമീപകാലത്തായി കാർഷിക മേഖലയോടൊപ്പം വാണിജ്യ വ്യവസായ രംഗത്തുകൂടി വളർച്ച പ്രാപിച്ചു എന്നത് സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലയിലെ ഉയർച്ചയ്ക്ക് നിദാനമായി എന്നതും അഭിമാനകരം തന്നെ. നെല്ലായയുടെ ഹൃദയഭാഗത്ത് അറിവിന്റെ അക്ഷയഗോപുരമായി ജ്വലിച്ചു നിൽക്കുന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ 146-ാം വാർഷികാഘോഷ വേളയിലാണല്ലോ നാം. വിശിഷ്ടാതിഥികൾ, സ്ഥാപന സാരഥികളായ മാനേജ്മെന്റ് പ്രതിനിധികൾ, PTA ഭാരവാഹികൾ, രക്ഷിതാക്കൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അധ്യാപകർ ഏവർക്കും വാർഷിക റിപ്പോർട്ടിലേക്ക് സ്വാഗതം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് 1880-ൽ പള്ളിപ്പീടികൾക്ക് മുകളിൽ ഒറ്റ ക്ലാസ് മുറിയിൽ ആരംഭിച്ച ഒരു സ്ഥാപനമാണിത്. ഈ വിദ്യാലയത്തിന്റെ ആദ്യകാല മാനേജർ ശ്രീ രാമൻകുട്ടി സ്വാമി അവർകളാണ്. അതിനുശേഷം പല വ്യക്തികളും കമ്മിറ്റികളും മാനേജ്മെന്റ് പദവി ഏറ്റെടുത്തു. സ്ഥാപനത്തിന്റെ വളർച്ചയിൽ അവരുടെയെല്ലാം പങ്ക് വളരെ വലുതാണ്. കാലപ്പഴക്കത്താൽ ബലക്ഷയം സംഭവിച്ച പഴയ കെട്ടിടം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പുതുക്കിപ്പണിത് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ നല്ല വിദ്യാലയമാക്കി മാറ്റിയതിന് മാനേജ്മെന്റ് അംഗങ്ങളോടും സഹകരിച്ച മറ്റെല്ലാവരോടും പ്രത്യേകം നന്ദിയും അഭിനന്ദനവും അർപ്പിക്കുന്നു. ശ്രീമതി ഭാരതി ടീച്ചർ, കുഞ്ചുകുട്ടി ടീച്ചർ, ലീല ടീച്ചർ, ഹൈദ്രോസ് മാസ്റ്റർ, ജെസ്സി ടീച്ചർ, രത്നവല്ലി ടീച്ചർ, ശോഭന ടീച്ചർ, രാധ ടീച്ചർ എന്നിവരെല്ലാം ഈ സ്ഥാപനത്തിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച പൂർവാധ്യാപകരാണ്. ഇന്ന് ഷൊർണൂർ ഉപജില്ലയിലെ മികച്ച അക്കാദമിക ഭൗതിക നിലവാരം പുലർത്തുന്ന സ്കൂളുകളിൽ ഒന്നായി നമ്മുടെ വിദ്യാലയം മാറിക്കഴിഞ്ഞു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. 2024-25 അധ്യയന വർഷത്തിലെ LSS സ്കോളർഷിപ്പിന് ഫാത്തിമ അജ്വ, അനാമിക എന്നീ വിദ്യാർത്ഥികൾ അർഹരായി. സംസ്ഥാന സർക്കാർ ഗിഫ്റ്റഡ് ചിൽഡ്രനായി തെരഞ്ഞെടുക്കപ്പെട്ട സബ് ജില്ലയിലെ 10 വിദ്യാർത്ഥികളിൽ ഒരാളായി ഫാത്തിമ അജ്വ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതും വിദ്യാലയത്തിന്റെ അഭിമാന നേട്ടമാണ്. പ്രീ പ്രൈമറി ഉൾപ്പെടെ 7 അധ്യാപകരും 105 വിദ്യാർത്ഥികളും ഉച്ചഭക്ഷണ പാചകക്കാരെയും നമ്മുടെ വിദ്യാലയത്തിലുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി പാഠ്യേതര പ്രവർത്തനങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ സുഗമമായ രീതിയിൽ നടത്തിവരുന്നു. 2025-26 അക്കാദമിക വർഷത്തിലെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായി 2025 മെയ് മാസത്തിൽ തന്നെ SRG യോഗം ചേർന്നു. കുഞ്ഞുമക്കൾക്കായി വിപുലമായ രീതിയിൽ ജൂൺ 2-ന് പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ ആകർഷകമാക്കുകയും നിറപ്പകിട്ടാർന്ന പ്രവേശനോത്സവ തൊപ്പിയും ബലൂണുകളും നൽകി നവാഗതരെ വരവേറ്റു. വിശിഷ്ടാതിഥികളുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യത്തിൽ കുട്ടികളുടെ കലാപരിപാടികളും പഠനോപകരണ വിതരണവും നടത്തപ്പെട്ടു. പതിവ് പോലെ കുരുന്നുകൾക്ക് മധുരം നൽകി മധുരമായി വരവേൽക്കുകയും ചെയ്തു. 2025-26 അധ്യയന വർഷത്തെ അക്കാദമിക മാസ്റ്റർ പ്ലാൻ, വാർഷിക കലണ്ടർ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പഠന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടുകയും നട്ടുപിടിപ്പിച്ച മരങ്ങൾ പരിപാലിക്കുന്നതിനെ കുറിച്ചുള്ള ബോധവൽക്കരണവും പരിസ്ഥിതി സംരക്ഷണ ഗാനാലാപനം, പോസ്റ്റർ രചന, ക്വിസ് മത്സരം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളും സംഘടിപ്പിക്കപ്പെട്ടു. ക്വിസ് മത്സരത്തിൽ 1-ാം സ്ഥാനം മുഹമ്മദ് സ്വാലിഹ്, 2-ാം സ്ഥാനം മുഹമ്മദ് മിറാഷ് എന്നീ മിടുക്കന്മാർ നേടി. വായിക്കുവാനെനിക്കേറെ ഇഷ്ടം നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം പുസ്തകത്താളുകൾ. ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് വായനാ വാരമായി ആഘോഷ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. പുസ്തകം എന്നോട് ചങ്ങാതി, അറിവേകുന്നൊരു ചങ്ങാതി, വായന എന്നത് സ്നേഹിച്ചാൽ നേർവഴി കാട്ടും ചങ്ങാതി.
ഓരോ ദിവസവും വ്യത്യസ്ത പരിപാടികളോടെ വായനാ വാരം വൻ വിജയമാക്കി. പുസ്തക പരിചയം, PN പണിക്കർ അനുസ്മരണം, വായനാ മത്സരം, പുസ്തക റിവ്യൂ, വായനശാല സന്ദർശനം, ക്വിസ് മത്സരം തുടങ്ങിയ പരിപാടികൾ നടത്തി. ഷെയ്ഹ ഫാത്തിമ, മുഹമ്മദ് ഫർഹാൻ എന്നീ വിദ്യാർത്ഥികളാണ് ക്വിസ് ജേതാക്കൾ.